കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ബൈബിൾ പഠിക്കുക, ബൈബിളിനെ സ്നേഹിക്കുക, ബൈബിൾ വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുക, ഇതെല്ലാം വലിയ ഭാഗ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയ ഭാഗ്യമാണ്. കാരണം ഈ വചനത്തോടടുക്കുമ്പോൾ നാം ദൈവത്തോടടുക്കുകയാണ്. വചനമനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നാണ്. ദൈവത്തെ ഒരു മനുഷ്യൻ അനുസരിക്കാൻ തുടങ്ങിയാൽ അവനെ ദൈവം നിശ്ചയമായി അനുഗ്രഹിച്ചിരിക്കും. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ അനുസരണം വന്നു. എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. അനുസരിക്കുക, അനുസരിക്കുമ്പോൾ ഒരു അനുഗ്രഹം വരും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, ദൈവത്തെ ഒന്ന് അനുസരിച്ച് നോക്ക്, ഈ വചനം ഒന്ന് അനുസരിച്ച് നോക്ക്, നമ്മുടെ മേൽ ദൈവീയ അനുഗ്രഹം വരും. അനുഗ്രഹത്തിന് കുറുക്കുവഴികളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറുക്കുവഴികളാണല്ലോ, ഷോർട്ട് കട്ട്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ. ഷോർട്ട് കട്ട്, ബൈപ്പാസ് അല്ലേ? മെയിൻ വഴിയിലൂടെ പോയാൽ ഡിലേ വരും. അതുകൊണ്ട് ബൈപ്പാസിൽ കൂടെയാണ് പോകുന്നത്, ബൈപ്പാസ് ചെയ്ത് പോകുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ അങ്ങനെ ബൈപ്പാസ് ഒന്നുമില്ല. ദൈവവചനത്തിൽ സ്ട്രെയിറ്റ് റോഡാണ്, സ്ട്രെയിറ്റ് വഴിയാണ്. അനുഗ്രഹം കിട്ടാൻ അവിടെ ചെല്ലണം, ഇവിടെ ചെല്ലണം, ഇവിടെ വണങ്ങണം, ഇവിടെ കുമ്പിടണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, നടന്നു പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തണം. അങ്ങനെയൊന്നുമില്ല പ്രിയരെ. എത്തണം, ഒരിടത്തെത്തണം. എവിടെയാണത്? യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ, യേശുക്രിസ്തുവിൻ്റെ അരികിലെത്തണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. സഹായം വരുന്ന പല സ്ഥലങ്ങളില്ല, ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. ഏതാണ് ആ പർവ്വതം? നിത്യനായ ദൈവം, കർത്താവായ യേശുക്രിസ്തു. ആ യേശുവിൻ്റെ സന്നിധിയിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ യേശുവിൻ്റെ സന്നിധിയിൽ അവിടെ വരൂ. നാം ഇപ്പോൾ കർത്താവിൻ്റെ പാദത്തിലിരുന്നു കൊണ്ട് ഈ ബൈബിൾ പഠിക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നിങ്ങൾക്കറിയാമല്ലോ, ഏതാണ്ട് 28 ബൈബിൾ ക്ലാസ്സുകൾ കഴിഞ്ഞു. 29ാമത്തേതാണ് നാം ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 29 ആഴ്ചകളിൽ പഠിച്ചിട്ട് ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് തൊട്ടേ പോകുന്നുള്ളൂ. ആഴത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വ്യംഗ്യമായി വേദപുസ്തകത്തിൽ എഴുതിയത് പഠിക്കാൻ നോക്കിയാൽ കൊല്ലങ്ങളെടുക്കും. ഇത് പ്രകടമായി പരിശുദ്ധാത്മാവെന്നോ ആത്മാവെന്നോ ദൈവത്തിൻ്റെ ആത്മാവെന്നോ യഹോവയുടെ ആത്മാവെന്നോ അങ്ങനെ എഴുതിയിരിക്കുന്നത് മാത്രം ഒന്ന് തൊട്ട് പോകുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് തീർക്കാൻ പറ്റിയത്. ഉൽപ്പത്തി മുതൽ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം വരെ നാം എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് വായിക്കാം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം. ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി. അത്രയും മതി. പരിശുദ്ധാത്മാവ് യെഹെസ്കേൽ പ്രവാചകനെ എടുത്തുകൊണ്ടുപോയി. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു, യെഹെസ്കേൽ പ്രവാചകൻ്റെ മേലാത്മാവ് വന്നു, ആത്മാവിൽ എടുത്തു, ആത്മാവിൽ പുറപ്പെടുവിച്ചു. ഇതെല്ലാം വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വാക്കുകളാണ്. നാം ഈ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞോ കേട്ടോ അത് മനസ്സിലാക്കിയോ പഠിച്ചോ പോവുകയല്ല വേണ്ടത്, ഇത് അനുഭവിക്കണം. കർത്താവേ, യെഹെസ്കേലിനെ എടുത്ത പരിശുദ്ധാത്മാവ് എന്നെയും ഒന്നെടുക്കണമേ. യെഹെസ്കേലിൻ്റെ മേൽ വന്നതായ പരിശുദ്ധാത്മാവ് എൻ്റെ മേലും വരണമേ. സ്തോത്രം. അങ്ങനെയൊന്ന് കൊതിക്കാൻ നമുക്ക് ഈ തലമുറയിൽ. ഞാൻ നിങ്ങളോട്, എന്നോടും കൂടെ ഒരു ചലഞ്ചായിട്ട് പറയുകയാണ്, ഒരു വെല്ലുവിളിയായിട്ട് പറയുകയാണ്. യെഹെസ്കേലിൻ്റെ മേൽ ആത്മാവ് വന്നു, ഇരമ്യാവിൻ്റെ മേൽ ആത്മാവ് വന്നു, യെശയ്യാവിൻ്റെ മേൽ ആത്മാവ് വന്നു. പിന്നെ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ദാനിയേലിൻ്റെ മേലും ഹോശയുടെ മേലും ആമോസിൻ്റെ മേലും ഓബദ്യാവിൻ്റെ മേലും യോനയുടെ മേലും മീഖ പ്രവാചകൻ്റെ മേലും നഹൂം പ്രവാചകൻ്റെ മേലും ഹബക്കൂക്ക് പ്രവാചകൻ്റെ മേലും സെഫന്യ പ്രവാചകൻ്റെ മേലും ഹഗായി പ്രവാചകൻ്റെ മേലും സഖരിയ പ്രവാചകൻ്റെ മേലും മാലാഖി പ്രവാചകൻ്റെ മേലും ആത്മാവ് വന്നു. പൗലോസ് അപ്പോസ്തലന്റെ മേൽ ആത്മാവ് വന്നു, പത്രോസിൻ്റെ മേൽ ആത്മാവ് വന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പാവം യോഹന്നാൻ അപ്പോസ്തലൻ അങ്ങ് ഏകാന്തതയിലാണ്.
യേശുക്രിസ്തുവിൻ്റെ വചനവും സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ഏകാന്തതയിൽ കഴിയുമ്പോൾ അവിടെ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, പരിശുദ്ധാത്മാവ് വന്നു എന്നാണ്. ഏത് സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് വരും. ദാഹിക്കുക, കൊതിക്കുക. നമുക്കൊന്ന് കൊതിക്കാൻ പ്രിയരെ. എന്തെല്ലാം കാര്യത്തിന് നമ്മൾ കൊതിച്ചവരാണ്. ഈ ഭൂമിയിലെ ഏതെല്ലാം കാര്യത്തിന് വേണ്ടി നാം കൊതിയോടെ നടന്നവരാണ്. എന്നാൽ അതെല്ലാം ഒന്ന് വിട്ടിട്ട് പരിശുദ്ധാത്മാവിനെ ഒന്ന് കൊതിക്കാമോ? അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എൻ്റെ മേൽ വരണമെന്ന് നാം കൊതിച്ചാൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, ആത്മാവും വരും, നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങൾ ദൈവം ആവശ്യം പോലെ നടത്തി തരുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം. ദൈവനാമോത്തപ്പെടട്ടെ. അങ്ങനെ ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി. യെഹെസ്കേലിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. എന്തിനാണ് എടുത്തുകൊണ്ട് പോയത്? എന്നിട്ട് യെഹെസ്കേലിനോട് പറയുകയാണ്, 16-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെയുള്ളതായ ആ കണ്ണിക വായിക്കുമ്പോൾ, എന്തിനാണ് യെഹെസ്കേലിനെ എടുത്തുകൊണ്ട് പോയത്? യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, 7 ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ എടുക്കുന്നത്? നമ്മുടെ ചില ഭൗതികമായ കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടി മാത്രമല്ലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പ്രധാനമായും ദൈവത്തിന് ചില പദ്ധതികളുണ്ട് നമ്മെക്കുറിച്ച്. വലിയ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നിറവേറ്റാനാണ്. ആ കൂടെ ഒരു ചെറിയ കാര്യമേ ഉള്ളൂ നമ്മുടെ ഈ ഭൂമിയിലെ കാര്യമെന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഭൂമിയിലെ ചില കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ. എന്നാൽ ദൈവത്തിന് തിരിച്ചാണ്. മോനെ, നീ ആത്മീയമായ കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവഹിതത്തിനനുസരിച്ച് ദൈവവേലയിൽ മുന്നോട്ട് വരുമ്പോൾ, നിൻ്റെ ആത്മീയ കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് നീ മുന്നോട്ട് വരുമ്പോൾ, നിൻ്റെ ഭൗതിക കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട്, അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നു പോകും. എന്നാൽ ഇന്ന് മനുഷ്യർ തിരിച്ചാണ്. ഭൗതിക കാര്യം, എൻ്റെ ജോലിയുടെ കാര്യം, പണത്തിൻ്റെ കാര്യം, കടത്തിൻ്റെ കാര്യം, രോഗത്തിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, അപ്പൻ്റെ കാര്യം, അമ്മയുടെ കാര്യം, 100,000 കാര്യങ്ങളല്ലേ. ഇതെല്ലാം നോക്കാൻ വേണ്ടി മനുഷ്യൻ വെപ്രാളപ്പെടുന്നു. പക്ഷേ പലതും സാധിക്കുന്നില്ല. എന്നാൽ അതെല്ലാം അങ്ങനെ ഇരിക്കട്ടെ. അതെല്ലാം നോക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതെല്ലാം അവിടെ ഇരിക്കെ തന്നെ, മകനെ, നീ കർത്താവിൻ്റെ കാര്യം നോക്കാൻ ഇറങ്ങിയാൽ, നിൻ്റെ ആത്മാവിൻ്റെ കാര്യം നോക്കാൻ ഇറങ്ങിയാൽ, നിൻ്റെ നിത്യതയുടെ കാര്യത്തിന് വേണ്ടി നിത്യത ഉറപ്പാക്കാൻ വേണ്ടി നീ ഇറങ്ങിയാൽ, നിൻ്റെ നിത്യതയും കർത്താവ് ഉറപ്പാക്കി തരും, നിൻ്റെ ആത്മാവിൻ്റെ കാര്യം ഉറപ്പാക്കി തരും. പോരാ, ദൈവം നിൻ്റെ ഭൗതിക കാര്യം ഏറ്റെടുക്കും. ഇതൊരു സത്യമാണ്. കർത്താവിന് സ്തോത്രം. യെഹെസ്കേലിനെ ആത്മാവ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് എന്ത് പറഞ്ഞെന്നറിയാമോ? 7 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ ദേശത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നുവെന്ന്. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോൾ ദൈവം വീടിൻ്റെ കാവൽക്കാരാക്കും, ദേശത്തിൻ്റെ കാവൽക്കാരാക്കും, രാജ്യത്തിൻ്റെ കാവൽക്കാരാക്കും, പിന്നെ രാജ്യങ്ങളുടെ കാവൽക്കാരാക്കും, പിന്നെ അങ്ങ് പോയ വേൾഡിൻ്റെ കാവൽക്കാരാക്കും. അതൊരോ ആത്മീക നിലവാരം അനുസരിച്ചാണ്. ഒരാത്മീക നാം പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിലവാരം അനുസരിച്ച്, നമ്മുടെ വിളി അനുസരിച്ചാണ് അതെല്ലാം കിട്ടുന്നത്. വലിയ അഭിഷേകം ചുമക്കുന്ന ദൈവമക്കളുണ്ട്. നിങ്ങളൊരു പക്ഷേ ആദ്യമായി കേൾക്കുകയായിരിക്കുമോ ചിലരെല്ലാം. അഭിഷേകം ചുമക്കുക, അതെ, അവരുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അഭിഷേകം അവർ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. അവരുടെ ശരീരം അത് ചുമന്നുകൊണ്ട് നടക്കുന്നു, അവരുടെ ആത്മാവ് അത് ചുമന്നുകൊണ്ട് നടക്കുന്നു, അവരുടെ മനസ്സത് ചുമന്നുകൊണ്ട് നടക്കുന്നു. അഭിഷേകം ചുമക്കുക അതൊരു പദവിയാണ്, അതൊരു ഭാഗ്യമാണ്. അഭിഷേകം ചുമക്കുക, അത് ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഓവർഫ്ലോയും. അങ്ങനെയുള്ള ദൈവമക്കൾ ഒരു ദേശത്ത് വന്ന് കാലിൽ ചവിട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്ത് വലിയ ചലനങ്ങൾ നടക്കും. അങ്ങനെയുള്ള ദൈവമക്കൾ ചില രാജ്യത്ത് ഫ്ലൈറ്റിൽ ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യത്ത് വലിയ ചലനങ്ങൾ നടക്കും. അങ്ങനെയുള്ള ദൈവമക്കൾ ഒരു രാജ്യത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേക രാജ്യങ്ങളിൽ ചലനം നടക്കും. നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് കൊതിക്കുക. കർത്താവേ, എന്നെ തന്നെ കാവൽ ചെയ്യാനുള്ള എൻ്റെ ഒരു കാവൽക്കാരനാക്കി എന്നെ തീർക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരനാക്കി എന്നെ തീർക്കണം. എൻ്റെ മക്കളുടെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ, വീണ്ടും നമ്മുടെ കൊച്ച് പഞ്ചായത്ത്, പിന്നീട് അങ്ങ് വരുമ്പോൾ പഞ്ചായത്ത് മാറി, താലൂക്കായി, ഡിസ്ട്രിക്റ്റായി, സ്റ്റേറ്റായി, പിന്നെ രാജ്യമായി. ഇങ്ങനെ ഓരോന്നോരോന്ന് നാം പ്രാർത്ഥിക്കണം. എന്താണ് കാവൽക്കാരൻ്റെ ദൗത്യം? ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്ര,
ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകാനുള്ള ക്വാളിഫിക്കേഷൻ പരിശുദ്ധാത്മാവ് വരണം. ദേശത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ കാവൽക്കാരനാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവില്ലാതെ ഒരു ആത്മീയ ശുശ്രൂഷയുമില്ല പ്രിയരെ. പഠിച്ച് വായിച്ച് വേദപുസ്തകം കുറേ വായിച്ച് റെഫറൻസ് ബുക്കൊക്കെ വായിച്ചാൽ പ്രസംഗിക്കാം, പക്ഷെ അത് ആത്മീയ ശുശ്രൂഷയാകണമെന്നില്ല. വേദപുസ്തകമല്ലേ പ്രസംഗിക്കുന്നത്? അതെ. വേദപുസ്തകത്തിലെ കാര്യമല്ലേ പ്രസംഗിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. പക്ഷേ ആത്മീയ ശുശ്രൂഷയാകണമെന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയാണ് ആത്മീയ ശുശ്രൂഷ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. മറ്റേ ആത്മീയ ശുശ്രൂഷ എന്നൊക്കെ പറയാം. പരിശുദ്ധാത്മാവ് അപ്പോഴപ്പോൾ ആവശ്യമുള്ളത് തരുന്നു. പരിശുദ്ധാത്മാവ് അല്പം എല്ലാം ഒന്നും എഴുതി വെച്ചിട്ടല്ല, ഒന്ന് എഴുതി വെച്ച് കണക്ക് കൂട്ടി എല്ലാം പോയിൻ്റിട്ട് അടിവരയിട്ട് ഡിഫറെൻറ്റ് കളറുകളിൽ എഴുതി അത് ഹൈലൈറ്റ് ചെയ്ത് എല്ലാം വെച്ച് തെറ്റൊന്നുമല്ല കേട്ടോ, തെറ്റൊന്നുമല്ല, നല്ലതാണ്. പക്ഷേ അതൊന്നും അതിനപ്പുറത്തേക്കുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ. നമ്മൾ ഹൈലൈറ്റ് ചെയ്താൽ എത്ര ഹൈലൈറ്റ് ചെയ്യും, നമ്മൾ വായിച്ചാൽ എത്ര വായിക്കും, നമ്മുടെ ഈ കൊച്ചു ബുദ്ധിയിൽ കൊള്ളാവുന്നതിനൊരു ലിമിറ്റില്ലേ? എന്നാൽ പരിശുദ്ധാത്മാവ് നാം ഇനി കേൾക്കാൻ പോകുന്ന ജനത്തിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ളത് കർത്താവ് മനസ്സിലാക്കി, പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി അത് നമ്മിലേക്ക് നിക്ഷേപിച്ച് നമ്മുടെ നാവിലൂടെ ജനത്തിന് കൊടുക്കുന്ന ശുശ്രൂഷ, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. അപ്പോഴേ ജനം വിടുവിക്കപ്പെടുകയുള്ളൂ, അപ്പോഴേ ജനത്തിന് ചൈതന്യം കിട്ടുകയുള്ളൂ, അപ്പോഴാണ് ജനം കൃപ പ്രാപിക്കുന്നത്, ജനം സൗഖ്യം പ്രാപിക്കുന്നത്, ജനം വിടുതൽ പ്രാപിക്കുന്നത്, ജനം അഭിഷേകം പ്രാപിക്കുന്നത്. ഞാൻ അങ്ങനെയുള്ള ശുശ്രൂഷയാണ് ഏറ്റവും കൊതിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്, ദിവസേന ബൈബിൾ വായിക്കാറുണ്ട്. കൃപയാൽ ഇടയ്ക്കൊക്കെ വായിക്കാതിരുന്ന സമയങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം ഒരു ദേവദാസൻ ഞങ്ങളുടെ പ്രാർത്ഥന യോഗത്തിന് കടന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഈ വചനം വായിക്കാൻ അവിടെയുള്ള ദൈവമക്കളെ ട്രെയിൻ ചെയ്തു എന്ന്. ഞാൻ അന്ന് എൻ്റെ ഹൃദയത്തിൽ കുറിച്ചിട്ടു. കർത്താവിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, സാധാരണ ഞാൻ മൊബൈൽ നോക്കാറില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി മൊബൈൽ നോക്കുന്നത് തന്നെ എല്ലാ ദിവസവും വെളുപ്പിന് 5:30 പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ഫോർ മൈ ജീസസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും സന്ദേശമുണ്ട്, വെളുപ്പിന് 5:30. അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഓപ്പൺ ചെയ്യാറ്. പക്ഷേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം തന്നെ ബൈബിൾ വായിച്ച് അങ്ങ് ജീവിതം തുടങ്ങണമെന്ന്. അതിനൊന്ന് പരീക്ഷിച്ച് നോക്കൂ, നല്ലതാണ്, നല്ല സുഖമാണ്, നല്ലൊരു സമാധാനമാണത്. പോകട്ടെ പ്രിയരെ, നാം എന്താണ് ചിന്തിച്ചു വന്നത്? നമ്മെ ദൈവം ദേശത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. കാവൽക്കാരനാകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ പരിശുദ്ധാത്മാവ് വേണം. ഏതൊരു ആത്മീയ ശുശ്രൂഷയുടെയും ബേസ് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് വേണം. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണോ? തീർച്ചയായിട്ടും വേണം. ഒരു മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണോ? തീർച്ചയായിട്ടും വേണം. എന്നെങ്കിലേ അത് ആത്മീയ ശുശ്രൂഷയാകുന്നുള്ളൂ. സ്തോത്രം. ഇല്ലെങ്കിൽ ജഡത്തിൻ്റെ ശുശ്രൂഷയാകും. ഇല്ലേ? നമുക്ക് കഴിവുണ്ട്. നല്ല സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ വന്നാൽ അദ്ദേഹം വന്നെല്ലാം ഓപ്പറേറ്റ് ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ ശുശ്രൂഷ, കഴിവ്. ജഡത്തിൻ്റെ ശുശ്രൂഷ അല്ല ബുദ്ധിയുടെ ശുശ്രൂഷ. പക്ഷേ ആത്മാവിൻ്റെ ശുശ്രൂഷയാകണമെങ്കിൽ അതേ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അദ്ദേഹം ചെയ്യുമ്പോൾ അത് പരിശുദ്ധാത്മാവ് സഹായിച്ച് ചെയ്യുന്ന ശുശ്രൂഷയാകുന്നു, അത് ആത്മീയ ശുശ്രൂഷയാകുന്നു. അതിലൂടെ കൃപ വ്യാപരിക്കും. ഈ ദാവീദ് കിന്നരം വായിച്ചത് ആത്മീക ശുശ്രൂഷയായിരുന്നതുകൊണ്ടാണ് ശൗലിൻ്റെ ഉള്ളിൽ നിന്നും ദുരാത്മാവ് പോയത്. ഇല്ലെങ്കിൽ ശൗലിൻ്റെ രാജ്യത്ത് എത്രയോ പേര് കിന്നരം വായിച്ചു, ഒരു ഗുണവും കിട്ടിയില്ല. ഏതാ? ശൗലിന് ഗുണം കിട്ടിക്കാണും, ആർക്കെങ്കിലൊക്കെ നല്ല പാട്ട് കിട്ടിക്കാണും. പക്ഷേ ആത്മാവിൽ പ്രയോജനം കിട്ടിയത് എന്തുകൊണ്ട്? ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ദാവീദ് കിന്നരം വായിച്ചപ്പോൾ ശൗലിൽ നിന്നുള്ള ദുരാത്മാക്കൾ ഇറങ്ങി ഓടി. എൻ്റെ പ്രിയരെ, പ്രസംഗം രണ്ടുപേരെ ഒരുപോലെ തോന്നും, പാട്ട് രണ്ടുപേരെ ഒരുപോലെ തോന്നും. ഇച്ചിരി അടിപൊളി പാട്ടാണെന്ന് വേണമെങ്കിൽ മറ്റുള്ളവരേത് പറയും. പക്ഷേ ആത്മാവുണ്ടോ? ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നുണ്ടോ? അതിന് നാം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യണം, പരിശുദ്ധാത്മാവിനെ ഓണർ ചെയ്യണം, പരിശുദ്ധാത്മാവിനെ ഒബേ ചെയ്യണം, പരിശുദ്ധാത്മാവിനെ ഫോളോ ചെയ്യണം. എന്നാലേ പരിശുദ്ധാത്മാവ് വരൂ. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. അങ്ങനെ ഒരു സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ പ്രവചനത്തെ തുച്ഛീകരിക്കുന്ന, എന്ത് പ്രവചനം, ഇദ്ദേഹം എന്ത് പ്രവാചകൻ, വല്ലോ കള്ളപ്രവാചകനായിരിക്കുമോ,
അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മോനെ, നിന്നിൽ ആത്മാവ് വ്യാപരിക്കുകയില്ല, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ട തരികയില്ല, മാത്രവുമല്ല നിൻ്റെ ശുശ്രൂഷയിൽ ആത്മാവ് വ്യാപരിക്കുകയില്ല. ദൈവാത്മാവ് മാറി നിൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം, ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താണിരിക്കണം. ഇതെല്ലാം വചനം വെച്ചാൽ ഞാൻ പറയുന്നത്, എൻ്റെ സ്വന്തം അഭിപ്രായമല്ലേ. വചനത്തിൽ, വേദപുസ്തകത്തിൽ ചിതറിക്കിടക്കുന്ന ചില ആത്മീയ സത്യങ്ങൾ കർത്താവ് ബോധ്യം തരുന്ന ഞാൻ ദൈവമക്കളുമായി ഷെയർ ചെയ്യുകയാണ്. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ദൈവമക്കളോട് ഒരുമിച്ചിരിക്കുമ്പോഴും ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പും ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കും. ഹോളി സ്പിരിറ്റ്, ഐ വെൽക്കം യു ഹോളി സ്പിരിറ്റ്, ഐ ഒബേ യു ഹോളി സ്പിരിറ്റ്, ഐ ഫോളോ യു ഹോളി സ്പിരിറ്റ്, ഐ റെസ്പെക്റ്റ് യു ഹോളി സ്പിരിറ്റ്, ഐ ഓണർ യു ഹോളി സ്പിരിറ്റ്. ഇങ്ങനെ ഞാൻ പറയാറുണ്ട്. പറയുക മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നൊരു ബോധ്യമാണ്. പരിശുദ്ധാത്മാവില്ലാതെ ശുശ്രൂഷ ചെയ്താൽ ജനത്തിനൊന്നും കിട്ടുകയില്ല, ജനത്തിന് മാറ്റം വരികയില്ല, ജനത്തിന് രക്ഷ കിട്ടുകയില്ല, ജനത്തിന് പാപബോധം കിട്ടുകയില്ല, ജനത്തിന് രോഗശാന്തി കിട്ടുകയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ ചർച്ചിൽ ഉള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവേദൽ അദ്ദേഹം സ്കാൻ ചെയ്യാൻ പോവുകയായിരുന്നു. കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ആ കിഡ്നി സ്റ്റോൺ ഉരുകിപ്പോകണമേ. സ്കാൻ ചെയ്യുമ്പോൾ ആ സ്റ്റോണിൻ്റെ അംശം പോലും ഇല്ലാത്തൊരു റിസൾട്ട് തരണേ. അങ്ങനെ പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. കർത്താവിൻ്റെ സ്തോത്രം. അത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. പിറ്റേ ദിവസം ആണോ ഏതോ ഒരു ദിവസം ദൈവവേദന എന്നെ വിളിച്ചു, സാറേ സ്കാൻ ചെയ്തിട്ട് ഒന്നും കാണാനില്ലെന്ന്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് മനുഷ്യർ പറഞ്ഞാൽ സ്റ്റോൺ പോവുമോ പറയേ? കിഡ്നിയുടെ ഉള്ളിലിരിക്കുന്ന, ബ്ലാഡറിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്റ്റോൺ സാധാരണ ചുമ്മാ ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഉരുകി പോവുകയില്ല. അതെന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് അതിൽ ഇടപെടുന്നു. ഞാൻ എന്താണ് പറഞ്ഞു വന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ മക്കളെ, കർത്താവിൻ്റെ ശുശ്രൂഷകരെ, ഞാൻ എളിമയോടെ പറയട്ടെ, നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവ് വേണം. കൊച്ചു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഗ്ലാസ് വെള്ളം ഒരു ദേവദാസന് കൊടുക്കുമ്പോഴും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. സ്തോത്രം. ഒരു ഭക്ഷണം പാകപ്പെടുത്തി കൊടുക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വാദ്, പരിശുദ്ധാത്മാവിൻ്റെ നിർവ്വണം, പരിശുദ്ധാത്മാവിൻ്റെ രുചി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകരണം, എല്ലാം മനോഹരമാകും. സ്തോത്രം. യെഹെസ്കേലിന്മേൽ ആത്മാവിന് വന്നു. കാവൽക്കാരൻ. എന്താണ് കാവൽക്കാരൻ്റെ ജോലി? 18-ാം വാക്യം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ, ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചു കൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം വലുതാണ്, റെസ്പോൺസിബിലിറ്റി വലുതാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ദൈവമക്കൾ ഗൗരവമായി പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചിലപ്പോൾ ശാസിക്കും. എന്തുകൊണ്ടാണ്? കാവൽക്കാരൻ കാണുകയാണ് വാൾ വരുന്നത്. ഒരാളുടെ മേൽ, ഒരു ദേശത്തിൻ്റെ മേൽ, ഒരു കുടുംബത്തിൻ്റെ മേൽ വാൾ വരുന്നത് കണ്ടുകൊണ്ടാണ് പറയുന്നത്. അയ്യോ, വാൾ വരുന്നു, മാറിക്കൊള്ളൂ, ഗൗരവമായിക്കൊള്ളൂ, സമർപ്പിച്ചുകൊള്ളൂ എന്ന്. ആ വാൾ വരുന്നത് കണ്ടിട്ട് മിണ്ടാതിരുന്നാൽ അവൻ നശിക്കും. അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. വലിയ ഉത്തരവാദിത്വമാണ്, ചെറിയ ഉത്തരവാദിത്വമൊന്നുമല്ല. ദൈവിക ശുശ്രൂഷ ചെറിയ ഉത്തരവാദിത്വമൊന്നുമല്ല. ആ ഉത്തരവാദിത്വം ഇല്ലാതെയൊക്കെ കൊണ്ടു നടക്കാം. കളിച്ചും രസിച്ചും ചിരിച്ചും ഒരു ആത്മീയത്തിൻ്റെ പരിവേഷം വിട്ടിക്കൊണ്ട് പോകാം. പക്ഷേ ദൈവസേന ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും. എന്നാൽ എന്ത് പറയും? കയ്യിൽ തന്ന ആത്മാക്കളെ എങ്ങനെ പരിപാലിച്ചു? കയ്യിൽ തന്ന ആടുകളെ എങ്ങനെ പരിപോഷിപ്പിച്ചു? ചോദിക്കുമ്പോൾ നാം വാക്കുമുട്ടിപ്പോകും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ബലഹീനരെ താങ്ങണം, മനക്കരുത്തില്ലാത്തവരെ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ആവശ്യക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എളിയവരെ ആദരിക്കണം. ഇതെല്ലാം ചെയ്യണം. ചിലപ്പോൾ തർജ്ജനം ചെയ്യണം, ചിലപ്പോൾ പ്രബോധിപ്പിക്കണം, ചിലപ്പോൾ ശാസിക്കണം, ചിലപ്പോൾ പരസ്യമായി ശാസിക്കണം. ഇതൊക്കെ വചനത്തിലുണ്ട്, അവിടെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൻ ശാസിക്കാത്ത മകനെ എവിടെയുള്ളൂ? യേശു ഇറങ്ങി വന്ന് എന്നെ ശാസിച്ചില്ലല്ലോ, ദൈവദാസനാണ് എന്നെ ശാസിച്ചത്. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അങ്ങനെ ഇരിക്കും. യേശു ഇന്ന് നേരിട്ടിറങ്ങി വന്ന് ശാസിക്കുകയല്ല, ദൈവമക്കളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് സ്നേഹത്തോടെ ഇടപെടും, ആർദ്രതയോടെ ഇടപെടും, വളരെ ഹൃദ്യമായി ഇടപെടും. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് പാപബോധം തന്നുകൊണ്ട് ഇടപെടും, ചിലപ്പോൾ പരിശുദ്ധാത്മാവ് അനുതാപം തന്നുകൊണ്ട് ഇടപെടും. എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്? കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം ദേശത്ത് വാൾ വരുമ്പോൾ ഓർപ്പിക്കണം. 19-ാമത്തെ വാക്യം, എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ട് തിരിയുന്നില്ലെങ്കിൽ
അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, നീയോ നിൻ്റെ പ്രാണൻ രക്ഷിക്കും. ഒരാളോട് കൂടെ പറയുക, മോനെ അവിശ്വാസം വിടണം, നിൻ്റെ അഹങ്കാരം വിടണം, നിൻ്റെ ബുദ്ധി വിടണം, നിൻ്റെ സ്വയഷ്ടം വിടണം. നീ വായിച്ച കുറേ പഠിപ്പുണ്ട്, അതൊക്കെ വിട്ടുകളയണം, നിഷ്കളങ്കമായി വിശ്വസിക്കണം. അങ്ങനെയൊക്കെ പറയുമ്പോഴും നീ മോനെ നീ തിരുത്തണം, നീ ക്ഷമ പറയണം. ഇതൊക്കെ പറയുമ്പോഴും അതൊന്നും ഗൗരവമായി എടുക്കാതിരുന്നാൽ എന്ത് പറ്റുമെന്നറിയാമോ? ഗൗരവമാണ്. ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറയുകയല്ല. ഇത് പഴയ നിയമത്തിൽ എഴുതിയ കാര്യമല്ലേ സാറേ? കൃപായോഗത്തിൽ അതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കൃപായോഗത്തിലും അത് നടന്നിട്ടുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്, ഗൗരവമുള്ള കാര്യം നടക്കുന്നുണ്ട്. അനന്യാസും സഫീറയും വീണ് മരിച്ചു. അത് പരിശുദ്ധാത്മാവിൻ്റെ മുമ്പില്ല, പുതിയ നിയമത്തിലാണ്. ചിലർ പറയും പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, എല്ലാം കൃപയാണ്. നോ 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 നോ, അങ്ങനെ പഠിപ്പിക്കലല്ല പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ കൃപയുടെ കാലമാണ്. പക്ഷേ ഈ കൃപയെ വ്യർത്ഥമാക്കി കളയരുത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് ലഭിച്ച കൃപ ഞാൻ വ്യർത്ഥമാക്കി കളയരുത്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന വ്യർത്ഥമാക്കി കളയരുത്. പരിശുദ്ധാത്മാവിൻ്റെ ദൂത് വ്യർത്ഥമാക്കി കളയരുത്. മോനെ സന്ദർശനകാലം കളയരുത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, യെരുശലേമിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിൻ്റെ സന്ദർശനകാലം നീ അറിയാതിരിക്കിയാൽ നിൻ്റെ ചുറ്റും നിൻ്റെ ശത്രുക്കൾ നിൻ്റെ ചുറ്റും വാടകോരി നിന്നെ നശിപ്പിക്കുമെന്ന്, നിന്മേൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ലെന്ന്. പുതിയ നിയമമല്ലേ അത്? അതുകൊണ്ട് പുതിയ നിയമം എല്ലാം അഴിച്ചുവിട്ടേക്കുന്ന എല്ലാവർക്കും എങ്ങനെ വേണം ജീവിക്കാവുന്ന ജീവിതമൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നു പുതിയ നിയമത്തിലില്ല. ഉണ്ട്, കൃപയുടെ കാലമാണ്, പക്ഷെ അതുപോലെ തന്നെ ഗൗരവമുള്ള കാലവുമാണ്. സ്തോത്രം. ഒരപ്പൻ്റെ സ്നേഹമുണ്ട്. അപ്പൻ ചിലപ്പോൾ സ്ട്രിക്റ്റായിട്ട് പിടിക്കും, അതാണ് അപ്പൻ്റെ സ്നേഹം, അത് സ്നേഹമാണ്. കർത്താവിൻ്റെ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുത്താനൊരു കാലമുണ്ട്. ആ കാലത്ത് തിരുത്തിക്കൊള്ളണം. മാറ്റം വരുത്താനൊരു കാലമുണ്ട്. തിരുത്തിക്കൊള്ളണം, ഇല്ല നഷ്ടം നമുക്കാണ്. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ട് അവൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ട് തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിക്കും. ഇതാണ് കാവൽക്കാരൻ്റെ ജോലി. ഓർപ്പിക്കണം, ജനത്തിന് പാപബോധം കൊടുക്കണം, ജനത്തെ സത്യത്തിൽ നടത്തണം. സോപ്പിട്ടാൽ പോരാ, ജനത്തെ വെറുതെ സന്തോഷിപ്പിച്ചാൽ പോരാ, വെറുതെ ചാടിയാൽ പോരാ, വെറുതെ പോയാൽ പോരാ. ചിലപ്പോൾ സത്യാരാധനയിൽ ചാട്ടം വരും, സത്യാരാധന കഴിക്കുമ്പോൾ തുള്ളിച്ചാടും, അതൊക്കെ നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവുള്ള ശുശ്രൂഷ, ആത്മീകൻ്റെ ശുശ്രൂഷ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ശുശ്രൂഷ, അതാണ് കാവൽക്കാരൻ്റെ ശുശ്രൂഷ. ഞാൻ ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരങ്ങളോടും മാതാപിതാക്കളോടും യൗവനക്കാരോടും ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെ ദൈവം ദേശത്തിൻ്റെ കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അലസമായി കിടന്നുറങ്ങരുത്, അതിരാവിലെ എഴുന്നേൽക്കണം. 4-ാം യാമത്തിൽ എഴുന്നേറ്റ് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേൽക്കുക, വഴിത്തലക്കലൊക്കെയും തളർന്നു കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി ദൈവസന്നിധിയിൽ കൈകളെ മലർത്തുക. ചിലർ പറയും, എന്തിനാ 4:00 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണേ, മനുഷ്യൻ്റെ ഉറക്കം കളയല്ലേ? അതൊക്കെ പറയാം. എനിക്ക് ആ പ്രാർത്ഥനയിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ ചിലർ പറയും, ഈ പ്രാർത്ഥന ഇതൊക്കെ ഞാൻ എത്ര കേട്ടേക്കണതാണ്. അങ്ങനെ പറയും, ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? വേറെ രീതിക്ക് പ്രാർത്ഥിക്കണം, എന്നാലേ എനിക്കിഷ്ടമുള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതവരവരുടെ അതവരവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ. പക്ഷേ എളിമയോടെ പാവപ്പെട്ട ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ കൃപ വരും, കർത്താവിൻ്റെ ആത്മാവ് വരും. ആ ദേശത്ത് വലിയ അത്ഭുതം. നിങ്ങൾക്കറിയാമോ, അസൂസ സ്ട്രീറ്റിലെ ഉണർവിൽ 2 പ്രിയപ്പെട്ട സഹോദരിമാർ രാപകലില്ലാതെ പ്രാർത്ഥിച്ചതിൻ്റെ വലിയ ഫലമാണ്. മാസങ്ങൾ വർഷങ്ങളോളം ആ ഉണർവിൻ്റെ ശക്തി അവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്നു. ഇന്നും അസൂസ സ്ട്രീറ്റിൽ ഉണർവെന്ന് പറയുമ്പോൾ ഉള്ളിൽ, നമ്മളവിടെ പോയിട്ടില്ല, പക്ഷേ ഉള്ളിൽ ഒരു ചലനം. എന്തുകൊണ്ടാണ്? 2 സ്ത്രീകൾ പ്രാർത്ഥിച്ചതാ. സഹോദരിമാരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഭർത്താക്കന്മാർ കിടന്ന് ഉറങ്ങിക്കോട്ടെ, സാരമില്ല, നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോ. കർത്താവ് ദേശത്തെ ഉണർത്തും, നിങ്ങൾക്ക് കർത്താവ് പ്രതിഫലം തരും. അതുകൊണ്ട് നാം കാവൽക്കാരാണ്. ഞാൻ കാവൽക്കാരനാണ്. മോനെ, നീ കാവൽക്കാരനാണ്. പ്രിയ സഹോദരി, നീ ദേശത്തിൻ്റെ കാവൽക്കാരിയാണ്. മകളെ, നീ നിൻ്റെ ഭർത്താവിൻ്റെ കാവൽക്കാരനാണ്. മകനെ, നിൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരനാണ് നീ. യവനക്കാരാൻ നിന്നെ അനേക ദേശങ്ങളുടെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ കാവൽക്കാരാണ് നിങ്ങൾ. ഓ ഹല്ലേലൂയ! പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതങ്ങ് സ്പോണ്ടേനിയസ് ആയിട്ട് ഏറ്റെടുക്കുകയാണ്. ശരീരത്തിന് ക്ഷീണം നോക്കുകയില്ല, ഉറങ്ങിയില്ലെന്ന് ചിന്തിക്കുകയില്ല. എനിക്ക് ക്ഷീണമാണല്ലോ എന്ന് ചിന്തിക്കുക പോലുമില്ല, എനിക്ക് ഇച്ചിരി രോഗമുണ്ടെന്ന് ചിന്തിക്കുകയില്ല. എഴുന്നേറ്റ് പോവും. ഉത്തരവാദിത്വ ബോധം. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പഴയതെല്ലാം മറന്ന് ദേശത്തിൻ്റെ കാവൽക്കാരാകാം. അതിനാത്മാവിനെ പ്രാപിക്കാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മെ വിവിധ ശുശ്രൂഷകളിൽ കർത്താവ് ഉപയോഗിക്കും. നമ്മുടെ ചിന്താവിഷയം പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ്. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ വിവിധ ശുശ്രൂഷകളിൽ ദൈവം നമ്മെ ഉപയോഗിക്കും. ഏത് ശുശ്രൂഷയാണെന്ന് നമുക്കറിയില്ല.
അത് നാം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊള്ളണം. എൻ്റെ മേലുള്ള ശുശ്രൂഷ എന്താണ്? ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്യാൻ പോകരുത്. ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ചെയ്യുകയും ചെയ്യണം, വിശ്വസ്തയോടെ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ കർത്താവ് നമ്മിൽ പ്രസാദിക്കും. വലിയ ചലനങ്ങൾ ചർച്ചിൽ, ദേശങ്ങളിൽ, മനുഷ്യഹൃദയങ്ങളിൽ, കുടുംബങ്ങളിൽ നടക്കും. വലിയൊരു ഉണർവ് നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ദേശത്ത് വരും, നിങ്ങളുടെ ഭവനത്തിൽ വരും. അല്ലെങ്കിൽ അതിനിടയാകട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ആരെയും വിധിച്ചുകൊണ്ടോ, നിങ്ങളാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ, നിങ്ങളാരെയും താഴ്ത്തിക്കെട്ടിക്കൊണ്ടോ അല്ല പറയുന്നത്. എൻ്റെ ഹൃദയത്തോട് ഞാൻ സംസാരിക്കുന്ന, എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതും നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ചില വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. എനിക്കും വേണം രൂപാന്തരം, എനിക്കും വേണം ശുദ്ധീകരണം, എനിക്കും വേണം ഈ പരിശുദ്ധാത്മാവിൻ്റെ തേജസ്, നിറവ്. കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരം വരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുക്കട്ടെ. പരിശുദ്ധാത്മാവ് തൻ്റെ കരങ്ങളിലെടുത്ത് നിങ്ങൾ ഈ തലമുറയിൽ ഉപയോഗിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ദേശത്തിനും നിങ്ങളുടെ രാജ്യത്തിനും ഒരു വലിയ അനുഗ്രഹമായി നിങ്ങളെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും ഈ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ബൈബിൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ ദിവസവും രാവിലെ 5:30 നമ്മുടെ മറ്റൊരു യൂട്യൂബ് ചാനൽ ഫോർ മൈ ജീസസ് സാജു ആൻഡ് സാലി എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും മെസ്സേജുണ്ട്, ഗാനങ്ങളുണ്ട്, റീൽസുണ്ട്. അങ്ങനെ നിറയെ സന്ദേശങ്ങൾ, തിങ്ങി നിൽക്കുന്ന അനേക വിഷയങ്ങളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തന്നതായ ചില സന്ദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കാം. എൻ്റെ പ്രിയ ഭാര്യ സാലി പാടിയതും സാലി എഴുതിയതുമായ അനേക ഗാനങ്ങളുണ്ട്, മറ്റ് ദൈവമക്കൾ എഴുതിയ പാട്ടുകളുമുണ്ട്. അങ്ങനെ ഒരു വിഭവസമർത്ഥമായ യൂട്യൂബ് ചാനൽ, ആത്മീയ വിഭവങ്ങൾ നിറഞ്ഞ 2 യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. നിങ്ങളത് ഉപയോഗിക്കൂ. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. സ്തോത്രം.